ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസി അല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഫ്രൈ ആണ് കേട്ടോ. ഇതൊക്കെ മാത്രം കൂട്ടി ചോറ് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറൊക്കെ നന്നായി കഴിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1/2 കിലോ ചെമ്മീൻ കഴുകി മുറിച്ച് വൃത്തിയാക്കിയിട്ട് അതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി അതൊരു ചട്ടിയിലേക്ക് മാറ്റി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അത് നന്നായി അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ചെറുനാരങ്ങ നീരൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. ചെമ്മീൻ്റെ മണം, ചെറുനാരങ്ങയുടെ മണമൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇതിലുണ്ടാവുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ, അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ അതിൻ്റെ നന്നായി ഒന്ന് വെന്ത് കിട്ടി അത് വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിയ ശേഷം നമുക്ക് മാറ്റാം. അപ്പോൾ അതിവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി വെള്ളം വറ്റിയാൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സവാള, ഒരു 1/2 സവാള, പച്ചമുളക് ഒരു 4 എണ്ണം, വേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഈ പച്ചമുളകും വേപ്പിലും കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്ര അധികം കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പച്ചമുളകും വേപ്പിലയും കൂടിയിട്ട് ഇത്ര അധികം അതിലേക്ക് ആവശ്യമില്ല, എരിവ് കുറച്ച് കൂടും. അപ്പോൾ ഞാനത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി സവാള അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സവാള ഒന്ന് നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറാവണ്ട, ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ശരിക്കും ഒരു മലബാർ സ്പെഷ്യൽ ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. മലബാറിൽ അധികം അങ്ങനെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യാറ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വെന്ത് ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ നന്നായി വറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട്, വെള്ളമൊക്കെ പോയിട്ട്. അപ്പോൾ അത് ചെമ്മീനും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. അപ്പോൾ അത് മൊരിയണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ചട്ടിയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതുപോലെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഒന്നുകൂടി ഒന്ന് മൊരിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ്. ഇങ്ങനെയൊക്കെ ഒരു ചെമ്മീൻ ഫ്രൈ കണ്ടാൽ നല്ല ടേസ്റ്റുള്ള ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ പ്ലീസ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.